ഹലോ, ഇന്നലത്തെ ദിവസം വീഡിയോസേ ഇട്ടിട്ടില്ലായിരുന്നു. ഞാൻ മുന്നേ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നവംബർ 8 അവന് സ്കൂളിൽ ആർട്സ് ഡേ ആണെന്ന്. അപ്പോൾ അതിൻ്റെ തിരക്കിലായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എന്നെ ഈ കുത്തി വരച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ വലിയ കഴിവുകളൊന്നും ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഫുഡ് ഉണ്ടാക്കണം ഒഴിച്ച് ഈ വരാകുത്തല പറക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് വലിയ പിടുത്തങ്ങളില്ല. ബേസിക്കലി ഞാനൊരു മണ്ടിയാണ് കുറേയൊക്കെ. അപ്പം എൻ്റെ കുഞ്ഞ് സ്കൂളിൽ പോകാൻ തുടങ്ങിയതിന് ശേഷം അവന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ദേ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ ഉദ്ദേശിച്ചത് ആരെയാണെന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതൊക്കെ വരച്ച് തീർന്നു. അത് കഴിഞ്ഞ് പിന്നെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു. അവന് ഡാൻസിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. അതിന് കുറച്ച് മോഡിഫിക്കേഷൻസൊക്കെ വരുത്തണമായിരുന്നു. എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു നേരമായിപ്പോയി. ഈ ഒരു മയിൽപ്പീലി 15 രൂപ കൊടുത്താണ് വാങ്ങിച്ചത്. അത് 10 എണ്ണം വാങ്ങിച്ചപ്പോൾ 150 രൂപ. ബാക്കി വീട്ടിൽ വന്നതിന് ശേഷമാണ് ചിന്തിച്ചത് ചേട്ടത്തിയുടെ വീടിൻ്റെ അവിടെ പോയെങ്കിൽ റബ്ബർ വെള്ളം അരിച്ച് പറക്കുമ്പോൾ തന്നെ ഇഷ്ടം പോലെ കിട്ടിയത്. കാരണം അവിടെ എപ്പോഴും മയിലുള്ളതാണല്ലോ. പിന്നെ അതൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ കുറച്ച് ഡിസൈൻ വർക്കൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. ഇതൊരു ഡാൻസിന് വേണ്ടിയിട്ടാണ്. ഡാൻസ് എല്ലാവരും തമിഴ് ഹിന്ദിയൊക്കെ എടുക്കുമ്പോൾ ഞാൻ ഒന്ന് മാറ്റിപ്പിടിച്ചു. മലയാളത്തിൽ ഇപ്പോഴത്തെ ഒരു അടിപൊളി പാട്ടാണ് ചെയ്യണത്. അതും മനസ്സിലായവർ കമൻറ്റ് ചെയ്യുക. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നേരെ ഞാൻ അടുക്കളയിലോട്ട് ഇറങ്ങി. അപ്പോൾ തന്നെ മണി 11 കാരണം രാവിലെ ചിക്കൻ കറിയും വെച്ച് മരിച്ചിനി ചോറായിട്ട് കൊണ്ടുവന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ 2-3 ഈ കറികളൊന്നും ഉണ്ടാക്കലൊന്നും നടക്കത്തില്ല. ഇതൊക്കെയാണ് എൻ്റെ മോന് ഫാൻസി ഡ്രസ്സിൻ്റെ ഐറ്റംസ്. ഡ്രസ്സും കൂടെ കാണിച്ചു തരാം. ഇനി നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അവൻ ചെയ്യണേന്നുള്ളത്. മനസ്സിലായവർ കമൻറ്റ് ചെയ്യൂ. പിന്നെ നേരെ അടുക്കളയിൽ വന്നു ചിക്കൻ കറി വയ്ക്കാനായിട്ട് തുടങ്ങി. അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ മരിച്ചിനി അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മരിച്ചിനി ആയി വന്നപ്പോഴത്തേക്കും ചിക്കൻ കറിയുമായിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ ചോറ് കഴിച്ചിട്ടില്ല, ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ടില്ല. അതിൽ നേരം ഒരു കഷ്ണവും കോരി കുറച്ച് ചോറും കഴിച്ചുകൊണ്ട് നേരെ പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും നിങ്ങൾ വിചാരിക്കും. ഇല്ല, പിന്നെയായിരുന്നു എനിക്ക് ഒരുപാട് ജോലി. പിള്ളേരെ ഉറക്കിയിട്ട് ഒരുപാട് സാധനങ്ങൾ ഒതുക്കാണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബാക്കി വീഡിയോ പിന്നെ ഒരു ടാറ്റാ ബൈ ബൈ, സീ യു.